ഹായ്, ഇത് ഞങ്ങളുടെ ഡിറ്റക്റ്റീവ് മിസ്റ്ററി ഗെയിമായ റെഡ്യൂസ് ടു റെഡ്യൂസ് എന്നതിന്റെ ഒരു ദ്രുത ട്യൂട്ടോറിയൽ ആണ്. ഇപ്പൊ ഈ ഗെയിമിന്റെ പല വകഭേദങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവ ഇന്ത്യയിലെ വിവിധ ചരിത്ര സ്മാരകങ്ങളിലും സ്ഥലങ്ങളിലും ആസ്പദമാക്കിയവയാണ്. ഉദാഹരണത്തിന് ഞങ്ങൾ രണതംബോർ കോട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നാളന്ദ സർവകലാശാല അതായത് പുരാതന സർവകലാശാല, പുരാതന ദ്വാരകാ നഗരം, അജന്ത എലോറ ഗുഹകൾ എന്നിവയും ഉൾപ്പെടുന്നു. ഇതുപോലെ തന്നെ മറ്റും. ഓരോ ഗെയിമും ഒരു സ്മാരകത്തെ കേന്ദ്രീകരിച്ചാണ്. അതിൽ നിങ്ങൾക്ക് 3 വ്യത്യസ്ത കാലഘട്ടങ്ങൾ ഉൾപ്പെടുന്ന 3 വ്യത്യസ്ത സിനാരിയോകൾ കളിക്കാൻ സാധിക്കും. അഥവാ ആ പ്രത്യേക സ്മാരകത്തിന്റെ ചരിത്രത്തിലെ സംഭവങ്ങള് അല്ലെങ്കിൽ കാലഘട്ടങ്ങള്. ഗെയിം എങ്ങനെ കളിക്കാമെന്നൊരു ദ്രുത അവലോകനമാണ്. നിങ്ങൾക്ക് ഗെയിം വിശദമായി എങ്ങനെ കളിക്കാമെന്ന്, ഉപയോഗിക്കാവുന്ന വിവിധ തന്ത്രങ്ങൾ എന്നിവ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനായി ഞങ്ങൾ ഒരു ദൈർഘ്യമേറിയ വീഡിയോ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇതിൽ തന്നെയുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സമയമെടുത്ത് കാണാം. എങ്കിൽ ഗെയിമിന്റെ ഒരു ദ്രുത അവലോകനം ഇങ്ങനെയാണ്. ഓരോ ബോക്സിലും ഗെയിം എങ്ങനെ കളിക്കാമെന്ന് വിശദമായി വിവരിക്കുന്ന ഒരു മാനുവൽ ഉണ്ട്. കൂടാതെ നിങ്ങൾ കളിക്കുന്ന വിവിധ സാഹചര്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണവും ഇതിലുണ്ട്. ഉദാഹരണത്തിന് ഈ പ്രത്യേക വേരിയന്റ്, അതായത് രണ്ടംപോർ 4 നിങ്ങൾക്ക് കളിക്കാവുന്ന 3 വ്യത്യസ്ത വേരിയന്റുകൾ ഉണ്ട്. നിങ്ങൾ കളിക്കാൻ തെരഞ്ഞെടുക്കുന്ന വേരിയന്റിനെ ആശ്രയിച്ചാണ് ഞാൻ ഈ പുസ്തകം ഇപ്പോൾ വെച്ചുവെക്കുന്നത്. കാരണം ഇനി ഞാൻ നിങ്ങളെ ഗെയിമിലൂടെ നയിക്കാൻ പോകുകയാണ്. നിങ്ങൾ കളിക്കാൻ തിരഞ്ഞെടുക്കുന്ന വേരിയന്റിനെ ആശ്രയിച്ച് നിങ്ങൾ ഒരു കാർഡ് സെറ്റ് തിരഞ്ഞെടുക്കണം. ഉദാഹരണത്തിന് ഇതാണ് സിനാരിയോ 1, സിനാരിയോ 2 അല്ലെങ്കിൽ സിനാരിയോ 3 നമുക്ക് സിനാരിയോ ഒന്ന് കളിക്കണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ സിനാരിയോ 1 കളിക്കണോ സിനാരിയോ 3 കളിക്കണം എന്നത് വലിയ കാര്യമല്ല. കാരണം അവ തമ്മിൽ ബന്ധമില്ല. ഓരോന്നും കോട്ടയുടെ ചരിത്രത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനാൽ ഈ കാർഡുകൾ നമ്മൾ വച്ചു വെക്കുന്നു. കൂടാതെ ഈ കാർഡുകളും വച്ചു വെക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സീനാരിയോ കളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ സീനാരിയോയിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്ന ബ്രീഫിംഗ് വായിക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം അതാണ് ഗെയിമിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ ആശയം നിങ്ങൾക്ക് നൽകുന്നത്. അതുമാത്രമല്ല, ആ സീനാരിയോയുടെ അവസാനം നിങ്ങൾക്കൊരു ചെറിയ QR കോഡ് കാണാം. ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ ഞാൻ നിർബന്ധമായി ശുപാർശ ചെയ്യുന്നു. കാരണം അതിലൂടെ ആ സീനാരിയോയെ കുറിച്ച് കൂടുതൽ വിശദമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പോകാം. ഗെയിമിന്റെ ലക്ഷ്യം വളരെ ലളിതാണ്. നിങ്ങൾ ബോർഡിന്റെ ഈ അറ്റത്തുള്ള സൈനിക ക്യാമ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പിന്നെ നിങ്ങൾ ബദൽ മഹലിലേക്കാണ് എത്തേണ്ടത്. അല്ലെങ്കിൽ രാജ ഹമീരയുടെ നിധി ഒളിപ്പിച്ചിരിക്കുന്ന അന്തിമ പോയിന്റിലേക്കാണ് കോട്ടയുടെ വിവിധ ഭാഗങ്ങൾ വഴി സഞ്ചരിച്ചുകൊണ്ട്. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഈ കേസിൽ വില്ലൻ ആയ ബദുക്ക് അവിടെയുണ്ട്. കൗണ്ട് ഡൗൺ ക്ലോക്കിൽ ഇപ്പോ നിങ്ങൾ എളുപ്പം, മധ്യം അല്ലെങ്കിൽ കഠിനമായ പതിപ്പിൽ കളിക്കുകയാണോ എന്നതിനെ ആശ്രയിച്ച് ബദുക്കിനെ ആ സ്ഥാനത്ത് വെക്കണം. നിങ്ങൾ ഒരു ടീമായി മുന്നോട്ട് പോകുമ്പോൾ ബദുക്കും മുന്നോട്ട് നീങ്ങും, ശൂന്യ സ്ഥാനത്തെത്തും. ഇത് വളരെ ലളിതമായ ഒരു ആശയമാണ്. ബദുക്ക് ശൂന്യ മാർക്കിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ബദൽ മഹലിൽ എത്തണം. സ്പഷ്ടമായും അവൻ 9 നിന്ന് ആരംഭിക്കുന്നുവെങ്കിൽ അതാണ് ഈ ഗെയിമിന്റെ എളുപ്പം പതിപ്പ്. അവൻ ഇവിടെ എത്താൻ കൂടുതൽ സമയമെടുക്കും. അതിനാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ കൂടുതൽ സമയം ലഭിക്കും. പക്ഷെ നിങ്ങൾ കഠിനമായ പതിപ്പ് കളിക്കുകയാണെങ്കിൽ അവൻ ഫൈനൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് വെറും 3 ചുവടുകൾ മാത്രം എടുത്താൽ മതി. നിങ്ങൾ ബദൽ മഹലിൽ എത്താൻ. ഗെയിമിന്റെ ആശയം അല്ലെങ്കിൽ വ്യത്യസ്ത സീനാരിയോകൾ കളിക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. ബദോക്ക് കോട്ടയുടെ ചരിത്രത്തെക്കുറിച്ചും നടന്ന യുദ്ധങ്ങളെക്കുറിച്ചും നമ്മുടെ ചരിത്രം രൂപപ്പെടുത്തിയ വീരന്മാരെയും വീരനാരികളും കുറിച്ചും വിവിധ തരത്തിലുള്ള പുകഴ്ചകളും കള്ളവാർത്തകളും പ്രചരിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ആദ്യത്തെ സീനാരിയോയില് നാം നോക്കുന്നത് വാഗബത്ത് രാജയും റസിയ സുൽത്താനും തമ്മിലുള്ള യുദ്ധമാണ്. ഇപ്പോ വാഗബന്ത് എന്നത് രാജ്പുത് രാജാവായിരുന്നു. ജാഹമാൻ വംശത്തിൽ നിന്നുള്ളവൻ രണ്ടംപോർ ഭരിച്ചിരുന്നതും റസിയയിലും. സുൽത്താൻ നമ്മൾ പുസ്തകങ്ങളിൽ കേട്ടതോ വായിച്ചതോ പോലെ ഡൽഹി സുൽത്താനത്ത് ഭരിച്ചിരുന്ന സ്ലേവ് വംശത്തിലെ റാണിയായിരുന്നു. നിങ്ങൾക്കറിയാത്തത് വാഗബന്ത് റസിയ സുൽത്താനെ തോൽപ്പിച്ച് കോട്ട വീണ്ടും പിടിച്ചെടുത്തുമെന്നതാണ്. അവളുടെ അച്ഛൻ ബിർത്തമിശ്ര വാഗബന്തിന്റെ അനന്തരാവകാശിയിൽ നിന്ന് പിടിച്ചെടുത്തതായിരുന്നു ആ കോട്ട. വാഗബന്ത് കോട്ട പിടിക്കാൻ ചതിയുണ്ടാക്കി എന്നതിനെ കുറിച്ച് ബദുക്ക് കാട്ടിൽ പോയ പുകഴ്ചകൾ പ്രചരിപ്പിക്കുന്നു. അവൻ പ്രചരിപ്പിക്കുന്ന ഈ പുകഴ്ചകൾ പൊളിച്ചെടുക്കാൻ നിങ്ങൾ സത്യത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. ഓരോ തവണയും നിങ്ങൾ അവന്റെ പുകഴ്ചകൾ പൊളിച്ചെടുക്കുമ്പോഴും അവൻ പ്രചരിപ്പിക്കുന്നവയെ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോഴും അവന്റെ കള്ളങ്ങൾ പിടികൂടുമ്പോഴും നിങ്ങൾ ഒരു ടീമായി മുന്നോട്ട് പോകുന്നു. പക്ഷെ നിങ്ങൾക്ക് അവനെ പിടികൂടാൻ കഴിയില്ലെങ്കിൽ അവൻ മുന്നോട്ട് പോകും, നിങ്ങൾ പിന്നോട്ട് പോകും. അവന്റെ കള്ളങ്ങൾ കൂടുതൽ പിടികൂടുന്നുവെങ്കിൽ അത്ര വേഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയും ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യും. അല്ലെങ്കിൽ അവസാനം പതുക്കെ ജയിക്കും. നിങ്ങളെ ടീമുകൾ എങ്ങനെ രൂപീകരിക്കും, നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, നിങ്ങൾ ഏത് തന്ത്രമാണ് ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിലാക്കാൻ നീളമുള്ള വീഡിയോയാണ്. ഇതൊരു സംക്ഷിപ്ത വീഡിയോ മാത്രമാണ്, ഒരു അവലോകനം നൽകാനായി. അതിനാൽ ആ ഗെയിമിന്റെ ആ ഭാഗങ്ങളിൽ ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കില്ല. ചുരുക്കത്തിൽ പറയാൻ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു കള്ളം പിടികൂടിയാൽ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ പിന്നോട്ട് പോകും, ഒടുവിൽ തോറ്റുപോകും. പക്ഷേ നിങ്ങൾ നിർബന്ധമായും ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അതാണ് ഒരു മഹത്തായ ചരിത്രത്തെ ഏറ്റവും രസകരമായും ആകർഷകമായും പഠിക്കുക.
ഉണങ്ങിയ പാഠപുസ്തകങ്ങളെ മറികടന്ന് റെഡ്യൂസ് ടു ഡിഡ്യൂസ് എന്നത് ആകർഷകമായ ചരിത്രവും അതിലെ വീരന്മാരെയും വീരനാരികളെയും പഠിക്കാൻ ഏറ്റവും മികച്ച മാർഗമാണ്. ഇന്നത്തെ ഭാരതത്തെ രൂപപ്പെടുത്താൻ സഹായിച്ചവരാണ് ഇവര്. ഈ ഗെയിം കളിക്കുമ്പോൾ ഞങ്ങളെ ഡിസൈൻ ചെയ്തപ്പോൾ അനുഭവിച്ച അത്രയും രസകരമായ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ പതിപ്പുകളും എടുക്കൂ, പലതവണ കളിക്കൂ, വിശ്വസിക്കൂ, ഓരോ തവണയും നിങ്ങൾ ഈ ഗെയിം കളിക്കുമ്പോൾ പുതിയതായി പഠിക്കാനും കണ്ടെത്താനും എന്തെങ്കിലും ഉണ്ടാകും.